ഇന്ത്യൻ T20 ക്രിക്കറ്റ് നിർണായക മാറ്റങ്ങൾക്കുള്ള വഴിത്തിരിവിലാണ്. ലോകകപ്പ് ടീം ഇന്ത്യ സ്വന്തമാക്കിയതിനു ശേഷം ആദ്യമായി ടീം നേരിടുന്ന പരമ്പര ശ്രീലങ്കയ്ക്കെതിരായതാണ്. ജൂലൈ 27-ന് ആരംഭിക്കുന്ന T20 പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉണ്ടാവുക. സീനിയർ താരങ്ങൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20 ഫോർമാറ്റിൽ നിന്നുള്ള തങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇവരുടെ ഒഴിവിലേക്ക് ആരായിരിക്കും ടീം ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ള ചോദ്യമാണ് അടുത്തതായി എത്തുന്നത്. നായകസ്ഥാനം രോഹിത് ശർമ്മയിൽ നിന്നും സൂര്യകുമാർ യാദവാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രോഹിത്തിന്റെ പകരക്കാരനായി ഇവിടെ ടീം ഇന്ത്യ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശുഭ്മാൻ ഗില്ലിനെയാണ്. ഓപ്പണർ റോളിലേക്ക് രോഹിത്തിന്റെ പകരക്കാരനായി തന്നെയാണ് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിനെ ടീം പരിഗണിക്കുന്നത്. അതേപോലെ സൂര്യകുമാർ യാദവിന് ശേഷം ടീം ഇന്ത്യയുടെ നായകസ്ഥാനവും ഗില്ലിലേക്കായിരിക്കും എത്തുക. ഗില്ലിനൊപ്പം കഴിവ് തെളിയിച്ച SSC ജയ്സ്വാൾ ആയിരിക്കും ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് കോംബോ. നേരത്തെ T20യിൽ വിരാട് കോഹ്ലി 3-ാം നമ്പറിലായിരുന്നു കളിച്ചിരുന്നത്. ലോകകപ്പിൽ രോഹിത്തിനൊപ്പം ഓപ്പണിങ്ങിനായി കോഹ്ലി എത്തിയപ്പോൾ 3-ാം നമ്പറിൽ ഋഷഭ് പന്തായിരുന്നു ഇറങ്ങിയിരുന്നത്. സാമാന്യം ഭേദപ്പെട്ട പ്രകടനം 3-ാം നമ്പറിൽ പുറത്തെടുക്കുവാനായി പന്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഋഷഭ് പന്തായിരിക്കും 3-ാം നമ്പറിൽ T20യിൽ എത്തുക. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 4-ാമനായി ബാറ്റ് ചെയ്യാനായി എത്തുമ്പോൾ ഫിനിഷർ റോളിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുന്നേ റിങ്കു സിംഗിനായിരിക്കും അവസരം തെളിയുക. ഓൾറൗണ്ടർ എന്ന നിലയിൽ T20യിൽ 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ എത്തുമ്പോൾ ശേഷം അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഓൾറൗണ്ട് മികവുമായി ടീമിനൊപ്പം ഉണ്ടാകും. അർഷ്ദീപ് സിംഗ്, രവി ബിഷ്ണോയ്, മുഹമ്മദ് സിറാജ് എന്നിവരിലേക്കായിരിക്കും ടീം ഇന്ത്യയുടെ ബോളിംഗ് പ്രതീക്ഷകൾ എത്തുക. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ T20ക്കുള്ള ഇന്ത്യൻ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, SSC ജയ്സ്വാൾ, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, രവി ബിഷ്ണോയ്, മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും പ്ലേയിങ് 11-ൽ ഉണ്ടാവുക. മലയാളി ആരാധകർ കാത്തിരിക്കുന്നത് പോലെ സഞ്ജു സാംസണ് ഈ പരമ്പരയിൽ അവസരം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നിലവിൽ ടീമിലെ എക്സ്പീരിയൻസ്ഡ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തുള്ള സാഹചര്യത്തിൽ സഞ്ജുവിന് വിക്കറ്റ് കീപ്പർ റോൾ ലഭിക്കുക അസാധ്യമാണ്. ഇനിയൊരു ടോപ്പ് ഓർഡർ ബാറ്ററായി സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നില്ല. ആകെയുള്ള ഒരു സാധ്യത ഫിനിഷർ റോളിൽ റിങ്കു സിംഗിന് പകരം സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം നൽകുക എന്നതാണ്. എന്നാൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള പരിഗണന റിങ്കു സിംഗിന് 5-ാം സ്ഥാനം നൽകാനാണ് ഏറെ സാധ്യത കൂടുതൽ.